അപ്പോൾ ഇന്നേ വൈകിട്ട് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആയതുകൊണ്ട് ഞാൻ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ചിക്കനെല്ലാം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് മുന്നേ ഞാൻ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് തൈര് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി മാറ്റി വെച്ചതാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഓയിലിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ബാലൻസ് വന്ന എണ്ണ ഉണ്ടല്ലോ നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെ ആ എണ്ണ തന്നെ ഞാൻ വേറൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് നല്ലപോലെ പൊട്ടി വന്ന സമയമായപ്പോഴേക്കും അതിലേക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയമാകുമ്പോഴേക്കും ഞാൻ അതിലേക്ക് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മീഡിയം സൈസ് സവോളയാണ്, ഞാൻ 3 സവോളയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വഴന്ന് വരട്ടെ. ആ സമയത്ത് ഞാൻ മസാല ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് ഒരു കുഞ്ഞ് ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂണോളം ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു പേസ്റ്റ് രൂപത്തിൽ വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കട്ട കൂടാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പം ഞാനത് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കമാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ വറുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മുടെ ക്യാപ്സിക്കമൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാപ്സിക്കവും നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചേക്കുന്ന ആ മസാലയില്ലേ, അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മസാല നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. ആ രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ഇത് നല്ലപോലെ മിക്സായി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്കതിൻ്റെ അകത്തേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ സ്വല്പം 1 ടേബിൾ സ്പൂണോളം തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തൈരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഈ മസാല ഏകദേശം ഒന്ന് നല്ലപോലെ വേകും. ആ സമയമാകുമ്പോഴേക്കും നമുക്കിനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസ്, ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഫ്ലേവർ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അത് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി മൂത്ത് വരുന്ന സമയമാകുമ്പോഴേക്കും ഞാൻ അതിലേക്ക് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ 1 ഗ്ലാസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വരും. ആ സമയം ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഈ ഗ്രേവി നല്ലപോലെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് ഗ്രേവിയുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ നമുക്ക് ഫ്രൈഡ് റൈസിനായതുകൊണ്ട് കുറച്ച് കുറുകിയിരിക്കണമല്ലോ. അപ്പോൾ അതനുസരിച്ചാണ് 1 ഗ്ലാസ് വെള്ളമുള്ള ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. ആ തിളച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, അത് മുഴുവനായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രേവി നല്ലപോലെ തിളച്ച് വരണം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ച് വന്ന സമയമായപ്പം ഞാൻ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 5 to 10 മിനിറ്റ് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. ഓൾറെഡി ചിക്കൻ വറുത്തതുകൊണ്ട് കുക്കായിട്ടാണല്ലോ ഇരിക്കുന്നത്. എന്നാലും ഒന്ന് ഗ്രേവി ഒന്ന് ഇതിലേക്ക് പിടിക്കാൻ ഒന്ന് നന്നായിട്ട് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി സമയം ഒരു 5-10 മിനിറ്റും കൂടി ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തിളപ്പിച്ചിട്ട് നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ ഞാൻ ഇതിന് ബാക്കിൽ തന്നെ പാർട്ട് 2 ആയിട്ട് ഇടാം കേട്ടോ.